നമസ്കാരം. മഞ്ചേശ്വരം മണ്ഡലത്തിൽ കള്ള വോട്ട് ചെയ്യാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നു എന്ന് ബി.ജെ.പിയുടെ പരാതി. ഇത് സംബന്ധിച്ച പരാതി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കടക്കം പാർട്ടി നൽകിയിരിക്കുകയാണ്. നാട്ടിലില്ലാത്ത പ്രവാസികളുടെ വോട്ട് ഇവിടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ചെയ്യാനായി മുസ്ലിം ലീഗ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും ഇങ്ങനെ കള്ള വോട്ട് ചെയ്ത് ഏതു വിധേനയും UDF സ്ഥാനാർത്ഥിയെ മഞ്ചേശ്വരത്ത് വിജയിപ്പിക്കണമെന്നുമാണ് മുസ്ലിം ലീഗ് അതിൻ്റെ പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നുമാണ് ബി.ജെ.പി ആരോപിക്കുന്നത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിരവധി വോട്ടർമാർ പ്രവാസികളാണ്. ആ പ്രവാസികൾ സാധാരണയായി മഞ്ചേശ്വരം മണ്ഡലത്തിൽ വന്ന് വോട്ട് ചെയ്ത് പോകാറുണ്ട്, ഒരു പരിധിവരെയുള്ള പ്രവാസികൾ. ഈ പ്രവാസികൾ ഇത്തവണ വരാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷം അതിനൊരു കാരണമാണ്. വിമാനങ്ങളുടെ എണ്ണം കുറവാണ്, വിമാന ടിക്കറ്റുകൾക്ക് വലിയ വിലയാണ്. അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ ഒരു വലിയ വിഭാഗം പ്രവാസികൾ ഇത്തവണ എത്തില്ല എന്നാണ് ലഭിക്കുന്ന സൂചന. അവരുടെ വോട്ടുകൾ കള്ള വോട്ടായി രേഖപ്പെടുത്താനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത് എന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ, മുസ്ലിം ലീഗിന് ശക്തി കേന്ദ്രങ്ങളുള്ള അല്ലെങ്കിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളായ ബൂത്തുകളുണ്ട്. നമുക്കറിയാം മഞ്ചേശ്വരം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തീപാറുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ അവർ ഉദ്ദേശിക്കുന്നത് അവർ നടപ്പിലാക്കും. മുസ്ലിം ലീഗിൻ്റെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ അജണ്ടയാണ് അത്തരം ശക്തി കേന്ദ്രങ്ങളിൽ നടപ്പാകുന്നത് വർഷങ്ങളായി. അതുകൊണ്ട് തന്നെ ഇത്തരം ശക്തി കേന്ദ്രങ്ങളിൽ കള്ളവോട്ടിന് സാധ്യതയുണ്ട്. 8000-ലധികം കള്ളവോട്ടുകൾ മുസ്ലിം ലീഗ് രേഖപ്പെടുത്താൻ പോകുന്നു ഇതാ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്ന് കണക്ക് സഹിതം ബി.ജെ.പി നിരത്തുകയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ കേന്ദ്ര സേനയെ വിന്യസിക്കണം എന്നാണ് ഇപ്പോൾ ബി.ജെ.പി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം തീ പാറുന്ന പോരാട്ടം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം മണ്ഡലം. 1980-കൾ മുതൽ തന്നെ ബി.ജെ.പി മഞ്ചേശ്വരം മണ്ഡലം പിടിച്ചെടുക്കാനുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ട്. ഈ 80-കൾ മുതൽ തന്നെ ബി.ജെ.പി അവിടെ 2ാം സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയെ പരാജയപ്പെടുത്താൻ ഈ ന്യൂനപക്ഷ വോട്ടുകളടക്കം ഏകീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനം അത് ഇടത് വലത് മുന്നണികൾ നടത്താറുണ്ട്. രണ്ട് മുന്നണികളുടെയും ഒരു പരസ്പര സഹകരണം വർഷങ്ങളായി മഞ്ചേശ്വരം മണ്ഡലത്തിലുണ്ട്. ഇവരുടെ കണ്ണ് എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണത്തിലാണ്. ന്യൂനപക്ഷ വോട്ടുകൾ വളരെ കൃത്യമായി ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ബി.ജെ.പിയെ അവർ വർഷങ്ങളായി മഞ്ചേശ്വരം മണ്ഡലത്തിൽ പരാജയപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ പ്രവാസികളുടെ വോട്ട് അവർക്ക് വളരെ നിർണായകമാണ്. ആ വോട്ടുകൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പരമാവധി പെട്ടിയിലാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പ്രവാസികൾക്ക് ഇത്തവണ നാട്ടിൽ വന്ന് വോട്ട് ചെയ്ത് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ കള്ള വോട്ടായി രേഖപ്പെടുത്താം എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ശ്രമം എന്നാണ് ബി.ജെ.പി ആരോപിക്കുന്നത്. അതിനെതിരെയാണ് ബി.ജെ.പി ഇപ്പോൾ ജാഗ്രത പുലർത്തുന്നത്. അവിടെ കേന്ദ്ര സേനയെ വിന്യസിക്കണമെന്ന് ബി.ജെ.പി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനം മുഴുവൻ ഇത്തരം കേന്ദ്രങ്ങൾ ജാഗരൂകരായി പ്രവർത്തിക്കും എന്നാണ് ലഭിക്കുന്ന സൂചന. നമുക്കറിയാം മഞ്ചേശ്വരം മണ്ഡലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനതകളില്ലാത്ത വിധം തീ പാറുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ വോട്ട് വ്യത്യാസമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി വോട്ട് വ്യത്യാസം വളരെ നേർത്തതാണ്. ബി.ജെ.പി 2ാം സ്ഥാനത്താണ്. ബി.ജെ.പിക്ക് ആ മണ്ഡലം നഷ്ടപ്പെടുന്നത് കപ്പിനും ചുണ്ടിനും ഇടയിലാണ് എന്ന് നമുക്കറിയാം. 2021 UDF സ്ഥാനാർത്ഥി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ AKM അഷ്റഫ് 65,858 വോട്ട് നേടിയപ്പോൾ ബി.ജെ.പിയുടെ K സുരേന്ദ്രൻ നേടിയത് 65,013 വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം വെറും 855 വോട്ടുകൾ മാത്രമാണ്. സമാനമായ അതിലും ടൈറ്റായ മത്സരമാണ് 2016 നടന്നത്. 2016 UDFിൻ്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി PB അബ്ദുൾ റസാഖ് 56,870 വോട്ടുകൾ നേടിയപ്പോൾ K സുരേന്ദ്രൻ ബി.ജെ.പിയുടെ NDAയുടെ K സുരേന്ദ്രൻ 56,781 വോട്ട് നേടുന്നു. എന്ന് പറഞ്ഞാൽ കേവലം 89 വോട്ടിൻ്റെ കുറവിനാണ് അല്ലെങ്കിൽ 89 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് UDF സ്ഥാനാർത്ഥി മഞ്ചേശ്വരത്ത് ജയിക്കുന്നത്. വർഷങ്ങളായി, അതായത് 1980-കൾ മുതൽ തന്നെ ബി.ജെ.പി 2ാം സ്ഥാനത്തുള്ള മണ്ഡലം. ലീഡ് നില മാറി വോട്ടെണ്ണൽ സമയത്ത് മാറി മറിയുന്ന ഒരു മണ്ഡലം, വളരെ നേർത്ത ഭൂരിപക്ഷം മാത്രം ലഭിക്കുന്ന മണ്ഡലം, വെറും 1% താഴെ വോട്ടിന് ബി.ജെ.പിക്ക് നഷ്ടപ്പെടുന്ന മണ്ഡലം കൂടിയാണ്, വർഷങ്ങളായി നഷ്ടപ്പെടുന്ന മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം മണ്ഡലം. ആ മഞ്ചേശ്വരം മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കും എന്ന വാശിയോടുകൂടിയാണ് അവിടെ
കെ സുരേന്ദ്രൻ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഒരിക്കൽ കൂടി മത്സരിക്കുന്നത്. നേരത്തെയും NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ കള്ളവോട്ട് നടന്നു എന്ന ആരോപണം ഉയർത്തിയിട്ടുണ്ട്. ഏതാണ്ട് ആ കള്ളവോട്ട് നടന്നു എന്നത് ഏതാണ്ട് തെളിയിക്കപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കേസുകളടക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് ആ കേസ് ഇല്ലാതാവുകയാണ് ചെയ്തത്. പക്ഷേ കള്ളവോട്ട് ആരോപണം നേരത്തെ തന്നെ മഞ്ചേശ്വരം മണ്ഡലത്തിലുണ്ട്. നിലവിൽ വളരെ വളരെ വലിയ മത്സരമാണ്, തീപാറുന്ന പോരാട്ടമാണ് നടക്കുന്നത്. BJPയും അതുപോലെ തന്നെ UDFും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നു. ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ മണ്ഡലം പിടിച്ചെടുക്കും എന്ന് BJP അവകാശപ്പെടുന്നുണ്ട്. അതിൻ്റെ പ്രചരണ പരിപാടികളുമായി ഹൈ പവർ പ്രചരണ പരിപാടികളാണ് BJP ആ മണ്ഡലത്തിൽ നടത്തിയത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ BJP കള്ളവോട്ട് നടത്താൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നു എന്ന ആരോപണം ഉയർത്തിയിരിക്കുന്നത്. അതും പ്രവാസികളുടെ വോട്ടിലാണ്, അല്ലെങ്കിൽ നാട്ടിലില്ലാത്ത പ്രവാസികളുടെ പേരിലാണ് വോട്ട് രേഖപ്പെടുത്താൻ ശ്രമമെന്നും 8000-ഓളം വോട്ടുകൾ അങ്ങനെ പോൾ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നുമാണ് BJP ആരോപിച്ചിരിക്കുന്നത്. ഇതിന് തടയിടാനാണ് BJP ശ്രമിക്കുന്നത്. കേന്ദ്രസേനയെ അവർ വിന്യസിക്കാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. മാത്രമല്ല അവരുടെ കേഡർ സംവിധാനങ്ങളോട് ജാഗ്രത പുലർത്താനും BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.